തിരുവനന്തപുരത്ത് ക്ലാസ് മുറിക്കുള്ളിൽ വിദ്യാർത്ഥിയുടെ പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ ശ്വാസം മുട്ടിയ കുട്ടികളും അധ്യാപകരും. ബാലരാമപുരം പുന്നമൂട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 വിദ്യാർത്ഥികളും ഒരു അധ്യാപികയുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. വിദ്യാർത്ഥി ഒരു കൗതുകത്തിന് സ്പ്രേ പ്രയോഗിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. +1 സയൻസ് ബാച്ചിലെ വിദ്യാർത്ഥികളിൽ ഒരാളാണ് സഹപാഠികൾക്കും അധ്യാപകർക്കും നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചത്. വഴിയിൽ കിടന്ന പെപ്പർ സ്പ്രേ കൊണ്ടുവന്ന് ക്ലാസ്സിൽ പ്രയോഗിക്കുകയായിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 9 വിദ്യാർത്ഥികളെയും അധ്യാപികയെയും ആദ്യം ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ആസ്മയുടെ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ബാക്കിലിരുന്ന ഒരു കുട്ടി സയൻസ് ബാച്ചിലുള്ളതാണ്. അവർ എന്തോ ഒരു സ്പ്രേ പോലത്തെ ഒരു സാധനം അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ചുമയ്ക്കാൻ തുടങ്ങി, പെട്ടെന്ന് ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ടീച്ചേഴ്സ് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നത്. പെപ്പർ സ്പ്രേ കുട്ടിക്ക് വഴിയിൽ നിന്ന് കിട്ടിയത് എങ്ങനെയാണെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എരിവും പുകച്ചിലും ഉണ്ടാക്കുന്ന മുളകിനങ്ങളിൽ നിന്നുള്ള രാസഘടകമാണ് പെപ്പർ സ്പ്രേയിൽ അടങ്ങിയിരിക്കുന്നത്. ക്ലാസ്സിൽ വെച്ച് സ്പ്രേ പ്രയോഗിച്ചപ്പോൾ ഫാൻ ഇട്ടിരുന്നത് കൊണ്ട് മുറിയാകെ പടർന്നെന്നാണ് നിഗമനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.